മുട്ടയിടുന്ന താറാവ്. പണ്ടൊരിടത്ത് ഒരു കർഷകനും അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിച്ചിരുന്നു. വളരെ ദരിദ്രരായ ഇവർ കഷ്ടപ്പാടുകൾക്കിടയിലും ഒരു താറാവിനെ വളർത്തിയിരുന്നു. ആ താറാവിനെ അവർ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം പതിവ് കൃഷിജോലികൾ ഏർപ്പെട്ടിരുന്ന അവർ ജോലി കഴിഞ്ഞ് തിരികെ എത്തിക്കണ്ടത് അവരുടെ താറാവ് മുട്ടയിട്ടതാണ്. ഇരുവർക്കും ഒത്തിരി സന്തോഷമായി. അപ്പോഴാണ് കൃഷിക്കാരൻ ഇത് ശ്രദ്ധിച്ചത്. താറാവിട്ട മുട്ട മിന്നിത്തിളങ്ങുന്നു. അദ്ദേഹം മുട്ട കയ്യിലെടുത്ത് സൂക്ഷിച്ചു നോക്കി. നമ്മൾ രക്ഷപ്പെട്ടു. എന്തെന്നാണ് മനുഷ്യനെ നിങ്ങൾ പറയുന്നത്? നീ ഇതൊന്ന് നോക്കിക്കേ, ഇത് സ്വർണമാണ്, സ്വർണമുട്ട. ഇത് കേട്ടതും കർഷകന്റെ ഭാര്യയ്ക്ക് ഒത്തിരി സന്തോഷമായി. അവർ ഇരുവരും താറാവിന് ധാരാളം ആഹാരം നൽകി. ഓരോ ദിവസവും താറാവ് സ്വർണമുട്ട കർഷകന് നൽകിക്കൊണ്ടിരുന്നു. കർഷകൻ ലഭിച്ചിരുന്ന സ്വർണമുട്ടകൾ ചന്തയിൽ നൽകി ധാരാളം പണവും സമ്പാദിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇങ്ങനെ ദിവസവും ഓരോ മുട്ട കിട്ടുന്നതിന് പകരം ഒരുമിച്ച് കുറെ മുട്ടകൾ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെ, ശരിയാണ്. നമ്മുടെ താറാവിന്റെ വയറ്റിൽ ധാരാളം സ്വർണമുട്ടകളുണ്ട്. താറാവിന്റെ വയറ് കീറിയാൽ നമുക്ക് ധാരാളം സ്വർണമുട്ടകൾ ലഭിക്കും. ഇത് കേട്ടതും കർഷകൻ മറ്റൊന്നും ചിന്തിക്കാതെ ഒരു കത്തിയെടുത്ത് താറാവിന്റെ വയറ് കീറുവാൻ തയ്യാറായി. ഞാൻ പോയി നമ്മുടെ താറാവിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കർഷകന്റെ ഭാര്യ പുറത്തേക്ക് പോയി. കുറച്ചധികം ഭക്ഷണം നൽകി താറാവിനെ പിടിച്ചു. ശേഷം കർഷകന്റെ അടുത്തെത്തി. കർഷകൻ തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് താറാവിനെ ഒറ്റവെട്ട്. എന്നാൽ അവർ ഞെട്ടിപ്പോയി. ആ താറാവിന്റെ വയറ്റിനകത്ത് സ്വർണമുട്ടകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടാതെ ആകെ ഉണ്ടായിരുന്ന താറാവ് രക്തം വാർന്ന് മരിക്കുകയും ചെയ്തു. ദിവസവും കിട്ടിയിരുന്ന ഒരു പൊന്മുട്ട മതിയാകാതെ അത്യാഗ്രഹം കാണിച്ച കർഷകനും ഭാര്യയ്ക്കും അങ്ങനെ ഉള്ളതും കൂടി നഷ്ടമായി.